എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എല്ലാ വർഷവും ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക്, ഓഗസ്റ്റ് 1 തൊട്ട് 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരാചരണം അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കായിട്ട് ആചരിക്കുന്നത്. അപ്പം ഈ വർഷത്തെ ഒരു തീം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിംഗ് ഫോർ എ സസ്റ്റൈനബിൾ ലൈഫ് ആൻഡ് സ്ട്രെങ്തൻ വാട്ട് ഇറ്റ് വർക്ക്സ് എന്നുള്ളതാണ്. അതായത് നമുക്ക് എന്തൊക്കെ ഉപാധികളാണോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിന് തന്നെ നമ്മളൊന്ന് ബലപ്പെടുത്തി അത് തന്നെ സ്ട്രെങ്തൻ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ തന്നെ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും എന്നുള്ളതാണ് ഈ വർഷത്തെ ഒരു തീം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഒരു ഡിസ്കഷനാണ് നമ്മൾ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഡോക്ടർ മൊയ്തീൻ ബാബു, ഇവിടെ കിംസ് അൽ ഷിഫയിലെ നിയോണറ്റോളജിസ്റ്റാണ്. എൻ്റെ കൂടെ ഡോക്ടർ ആമിന ഉണ്ട്, ഇവിടുത്തെ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജിസ്റ്റാണ്. എൻ്റെ കൂടെ ഡോക്ടർ സഹീർ ഉണ്ട്, ആൾസോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നിയോണറ്റോളജിസ്റ്റാണ്. അപ്പം ആദ്യമായിട്ട് ഡോക്ടർ ആമിനയോടാണ്, നമ്മൾ ആൻറ്റിനാറ്റലി നമ്മളിപ്പം കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ മുമ്പ് അമ്മമാരിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കുഞ്ഞിനെ ഒരു സക്സസ്ഫുൾ ബ്രസ്റ്റ് ഫീഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും? അപ്പൊ ആദ്യമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ റുട്ടീനായിട്ട് 3rd ട്രൈമസ്റ്റർ ചെക്കപ്പിന് വരുമ്പോൾ പേഷ്യന്റ് എക്സാമിൻ ചെയ്ത് ഫ്ലാറ്റ് നിപ്പിൾ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് നിപ്പിൾ അല്ലെങ്കിൽ ജനിതകമായ നിപ്പിളിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവരാണോ എന്ന് നമുക്ക് ആദ്യമേ ഡയഗ്നോസ് ചെയ്താൽ അതിനുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ഇപ്പോൾ സജസ്റ്റ് ചെയ്യാം. പിന്നെ റുട്ടീനായിട്ട് നമ്മൾ ചെക്കപ്പിന് വരുമ്പോൾ 3rd ട്രൈമസ്റ്ററിൽ നമ്മൾ അവർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അതായത് നിപ്പിൾ എങ്ങനെ കെയർ ചെയ്യണം, നിപ്പിൾ മസാജ് ചെയ്യുക. അതിന് 2 ഗുണങ്ങളാണ്. ഒന്ന്, നിപ്പിളിലുള്ള ഡ്രൈനെസ് ഒഴിവാക്കാം, അതുവഴി ക്രാക്സ് വരുന്നത് ഒഴിവാക്കാം. പിന്നെ നിപ്പിൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് നോർമൽ ലേബറിനും സ്പോണ്ടേനിയസ് ലേബർ പെയിൻ വരാനുള്ള ഒരു ചാൻസും കൂടിയാണ്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ആസ് എ ഗൈനക്കോളജിസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ പേഷ്യന്റിന്റെ അനീമിയ കറക്റ്റ് ചെയ്യുക. ഇപ്പൊ ഹൈപ്പോതൈറോയിഡ് ആണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് ചെയ്യുക, ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക. കാരണം ഈ ഫാക്ടേഴ്സ് എല്ലാം ബ്രസ്റ്റ് ഫീഡിങ്ങിനെ അഫക്ട് ചെയ്യുന്നതാണ്. പക്ഷെ മോസ്റ്റ് കോമൺ കോസ് തെറ്റായ രീതികളാണ്, മുലയൂട്ടുന്ന സമയത്തുള്ള തെറ്റായ രീതികളാണ്. അതിന് നമുക്ക് ഒരു ലാക്ടേഷൻ കൗൺസിലിംഗ് നമുക്ക് പേഷ്യൻസിന് ഓഫർ ചെയ്യും. അത് പേഷ്യന്റ് മാത്രമല്ല, അവരുടെ കൂടെ ആരാണോ അവർക്ക് പോസ്റ്റ് ഡെലിവറി അവരെ കൂടെ ഉണ്ടാവും, ഇപ്പൊ ഹസ്ബൻഡ് ആണോ മദർ ആണോ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊരു അവയർനെസ് സെഷൻ, എങ്ങനെയൊക്കെയാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലാക്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ഗൈഡൻസ് നേരത്തെ കൊടുക്കാൻ സാധിച്ചാൽ ആ ടൈമിലുള്ള അവർക്കുള്ള ഒരു ആൻസൈറ്റിയും ആ ഒരു ന്യൂ മദറിനുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഡോക്ടർ ആമിന പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ഈ ഇൻവേർട്ടഡ് നിപ്പിളൊക്കെ നമ്മൾ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ആണ് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ചെയ്യുന്നത്. അപ്പം നമ്മൾ അവിടെ ഒരുപാട് സമയം കളയുന്നുണ്ട് കുഞ്ഞിനെ മിൽക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനും പ്രോപ്പർ ലാച്ചിങ്ങും സക്കിങ്ങും എല്ലാം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൻറ്റിനേറ്റലി അത് കണ്ടുപിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ, അതുപോലെ ഫാമിലി സപ്പോർട്ട് കാര്യങ്ങൾ, കൗൺസിലിംഗ് ഒക്കെ ബിഫോർ ബർത്ത് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഏർലി ആയിട്ട് തന്നെ ബ്രസ്റ്റ് ഫീഡിങ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കുഞ്ഞിനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. ഇനി നമ്മൾ ഇവിടെ ഒരു ലെവൽ 3 NICU ഉണ്ട്. അപ്പം നമുക്ക് വി ആർ ഗെറ്റിംഗ് പ്രീ ടൈം ബേബീസ് കുറേ കിട്ടാറുണ്ട്. അതുപോലെ ഡയറക്റ്റ് ഫീഡ് എടുക്കാൻ പറ്റാത്ത കുറേ ബേബീസ്, സിക്കായിട്ടുള്ള ബേബീസ്, വെന്റിലേറ്ററിലും അങ്ങനെയുള്ള ബേബീസൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അവർക്കൊക്കെ നമ്മൾ മിൽക്ക് എക്സ്പ്രസ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആദ്യ ദിവസങ്ങളിൽ അവർ ഡയറക്റ്റായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് സക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഈ നോർമൽ ലെറ്റ് ഡൗൺ റിഫ്ലെക്സസോ കാര്യങ്ങളോ ഒന്നും ഹാപ്പൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പാല് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ചലഞ്ചസ് നമ്മൾ NICUവിൽ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു പരിധി വരെ ഏതൊക്കെ രീതിയിൽ തരണം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡോക്ടർ സഹീറിനോട് ചോദിക്കാൻ. നമുക്ക് കോമൺലി കാണാവുന്നൊരു പ്രശ്നം തന്നെയാണ് NICU. ഒരു ബേബി കുറച്ച് സിക്കാവും, മദർ കുറച്ച് ആങ്ഷ്യസ് ആയിരിക്കും, മദർ പെയിനിലായിരിക്കും. അപ്പോൾ മദറിൻ്റെ അടുത്ത് നിന്ന് പാല് കിട്ടാനുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി, പിന്നെ മദർ ചിലപ്പോൾ വേറെ ഹോസ്പിറ്റലിലായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് മിൽക്ക് എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാം, അതൊക്കെ ഒരു കോമൺലി ഫേസ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ നമ്മൾ അഡിക്വേറ്റ് ആയിട്ട് മിൽക്ക് കിട്ടിക്കൊള്ളണമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവർ വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ, പാലില്ല എന്ന് തന്നെയാണ് അധികം പറയാറ്. അപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട, അവർക്ക് എങ്ങനെയാണ് ഈ പാൽ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നൊന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആ ടെക്നിക്ക് കറക്റ്റ് ആയി കഴിഞ്ഞാൽ കിട്ടുന്ന പാല് നമുക്ക് കുഞ്ഞിന് കൊടുത്തു തുടങ്ങാവുന്നതാണ്. പിന്നെ ഈ ഫസ്റ്റ് ഫ്യൂ ഡേയ്സിൽ ബേബിയുടെ റിക്വയർമെൻറ്റും പാലിന് വളരെ കുറവായിരിക്കും. അത് എനി എമൗണ്ട് അത് ബേബിക്ക് നമുക്ക് ആദ്യ ദിനങ്ങളിൽ വരുന്ന ഇപ്പോൾ കൊളോസ്ട്രോൾ എന്ന് പറയുന്നത് വിച്ച് ഈസ് റിച്ച് ഇൻ പ്രോട്ടീൻ, ഇമ്യൂണോഗ്ലോബുലിൻ, അതൊരു 10 to 40 ml ഒക്കെ ഉണ്ടാവുള്ളൂ. ബട്ട് അത് വളരെയധികം കുട്ടികൾക്ക് ആവശ്യമുള്ള
നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പം നമുക്ക് ഇതുപോലെ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് എക്സ്പ്രഷൻ ഐദർ നമുക്ക് മാനുവലായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പമ്പ്സ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യം. എന്നിട്ട് സ്റ്റെറൈൽ കണ്ടെയ്നേഴ്സിൽ നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ വെൽ ബീയിങ് ഓഫ് ദി മദർ ഈസ് ഓൾസോ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മളെ സൈഡിൽ നിന്നുള്ള മോട്ടിവേഷൻ, നഴ്സസ് സൈഡിൽ നിന്നുള്ള മോട്ടിവേഷൻ, കങ്കാരു മദർ കെയർ, സ്കിൻ ടു സ്കിൻ കോൺടാക്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഒരു പരിധി വരെ നമുക്ക് ഇതാക്കാം. പ്രത്യേകിച്ച് പ്രീതമായിട്ടുള്ള മദേഴ്സിനാണ് ഈ കൂടുതൽ നമ്മൾ പാലില്ല എന്നുള്ള പ്രശ്നം നമ്മൾ കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എസ്പെഷ്യലി ഇങ്ങനത്തെ ഹൈ റിസ്ക് കേസസ്, പ്രീടേം അല്ലെങ്കിൽ എലക്ടീവ് CS അവർ ലേബറിലേക്ക് പോയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ പേഷ്യൻസ് എന്തായാലും ഒരു 48 hours ഒക്കെ ആവും പ്രോപ്പർ ബ്രസ്റ്റ് ഫീഡിങ് ഇനീഷ്യേറ്റ് ആവാൻ. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനെ ടാബ്ലറ്റ്സ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ തുടക്കത്തിൽ ഒരു 1 to 6 hours തന്നെ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഗുഡ് ആക്ച്വലി. അപ്പോൾ നമ്മൾ ചില മദേഴ്സ് 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടാണ് എക്സ്പ്രസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോഴത്തേക്ക് പിന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഏർലി എക്സ്പ്രഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. പിന്നെ ഈ സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റിനെ കുറിച്ച് നമ്മളിപ്പോൾ ഒരു ഡിസ്കഷൻ ഉണ്ടായി. ഇപ്പം WHO ആണെങ്കിലും നമ്മൾ NRP പ്രകാരമാണെങ്കിലും ഒക്കെ പറയുന്നത് എങ്ങനെയാ വെച്ചാൽ എല്ലാ മദേഴ്സിനും ആഫ്റ്റർ ഡെലിവറി നമ്മൾ അറ്റ്ലീസ്റ്റ് 1 hour എങ്കിലും ദ ബേബി ഷുഡ് ബി കെപ്റ്റ് ഇൻ മദേഴ്സ് ചെസ്റ്റ്. അങ്ങനെ ഒരു സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് ഒരു 1 hour കൊടുത്താൽ ദാറ്റ് വിൽ ഹെൽപ്പ് ടു എസ്റ്റാബ്ലിഷ് ബ്രസ്റ്റ് ഫീഡിങ്. അതുപോലെ നോർമൽ സ്കിൻ ഫ്ലോറൊക്കെ വന്ന് ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള ഒരിതുണ്ട്. അപ്പോൾ അത് എത്രമാത്രം നമുക്ക് പ്രാക്ടിക്കൽ ആവാറുണ്ട്, അറ്റ്ലീസ്റ്റ് ഫോർ നോർമൽ ഡെലിവറി അല്ലേ? ഹൈലി പ്രാക്ടിക്കൽ. നമുക്ക് അപ്പൊ തന്നെ as soon as we deliver the baby, നമ്മൾ ഡെലിവറി ചെയ്ത ഉടനെ തന്നെ നമ്മൾ മദറിന്റെ ചെസ്റ്റിലോട്ടാണ് ഇടുന്നത്. എന്നിട്ട് ഡിലേഡ് കോട്ട് ക്ലാമ്പിംഗ് ആണ് നമ്മളിപ്പം പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അത്രയും ടൈം എന്തായാലും ആ കോണ്ടാക്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ ബേബിന്റെ കണ്ടീഷൻ. ഇപ്പൊ ബേബി ഇപ്പൊ സ്ട്രെസ്ഡ് ആണ് അല്ലെങ്കിൽ ബേബിക്ക് അപ്നിയ, അങ്ങനെ ബേബിക്ക് എന്തെങ്കിലും നമ്മൾ റെസിസ്റ്റേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ മാത്രമാണ് ആ ഒരു ഡിലേ. കുഴപ്പമില്ലാത്ത ബേബീസിന് നോർമൽ ഡെലിവേർഡ് മദേഴ്സും ആണെങ്കിൽ വി കൻ ഈസിലി പ്രാക്ടീസ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്. നമ്മൾ അധികം കേസിൽ ചെയ്യാറുമുണ്ട്. ബട്ട് അതെ സിസേറിയൻ കേസസിലാണ് കുറച്ച് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അതാണ് ഒന്ന്. പിന്നെ നമുക്ക് ഡോക്ടർ ആമിനയോടാണ് നമ്മളെ ഈ മദേഴ്സിൽ എന്തൊക്കെ, ഇപ്പോൾ ചിലർ പറയും വളരെ ബ്ലാൻഡ് ഡയറ്റ് കഴിച്ചാൽ മതി, ഒന്നും അത് കഴിക്കരുത് ഇത് കഴിക്കരുത്. അപ്പോൾ അവർക്ക് ഒരുപാട് ഈ ഫീഡിങ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ബ്രസ്റ്റ് മിൽക്ക് വരാനും ഒരുപാട് പ്രോബ്ലംസ് കാണാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എങ്ങനെയാണ്? കൂടുതലൊരു മിഥ്യാധാരണ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു നോർമൽ ഒരു ന്യൂട്രീഷ്യസ് പ്രോട്ടീൻ റിച്ച് ഫുഡ് കൊടുത്താൽ തന്നെ അത് മതിയാവും. അത് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇങ്ങനെ ഡയറക്ട്ലി റിലേറ്റഡ് ടു ബ്രസ്റ്റ് മിൽക്ക് അങ്ങനെയല്ല. പക്ഷെ കുറെ ഫുഡ്സിൽ, അതായത് ഗലക്ടോബോക്സ് ചില അതിൽ ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ. അപ്പൊ അതെന്ന് വെച്ചാൽ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇതുപോലെ ഇനീഷ്യേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഉലുവ അല്ലെങ്കിൽ ശതാവരി അല്ലെങ്കിൽ ജീരകം അങ്ങനെയുള്ള ഓട്സ്, ഇതിലൊക്കെ ഫൈറ്റോ ഈസ്ട്രജൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഫുഡ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി, മുരിങ്ങയുടെ ഇല, അപ്പൊ അതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതെന്തായാലും അതിനൊരു നാച്ചുറൽ ഒരു റോൾ ഉണ്ട് ബ്രസ്റ്റ് ഫീഡിങ്. എന്നുവെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും, മോസ്റ്റ്ലി അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഉള്ള ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യാൻ ഫുഡിനൊരു നല്ല റോൾ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ബേബിനെ റിഫ്ലക്സ് തന്നെയാണ്. ഓക്കെ. പിന്നെ ഈ മെഡിസിൻസ്, ഇപ്പോൾ ചിലർ ഡോംപെരിഡോൺ, മെറ്റോക്ലോപ്രമൈഡ് പോലുള്ള മെഡിസിൻസ് അങ്ങനെയുള്ളതൊക്കെ എങ്ങനെയാണ് ഒരു പരിധി വരെ സഹായിക്കുക? ഈ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഹൈ റിസ്ക് കേസസിൽ നമ്മൾ വെച്ചാൽ ഇനീഷ്യേറ്റ് ചെയ്യാൻ ഡിലേ വരുന്ന കേസസ്, ഫോർ എക്സാമ്പിൾ ഈ എലക്ടീവ് CS അല്ലെങ്കിൽ സിവിയർ ബ്ലീഡിങ് ഉണ്ടായിട്ടുള്ള പേഷ്യൻസ്, അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ എന്ന് വെച്ചാൽ നാച്ചുറലി തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ഇനീഷ്യേറ്റ് ആവാൻ ഒരു ഡിലേ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ ഒട്ടും തന്നെ മിൽക്ക് സെക്രീഷൻ ഇല്ല എങ്കിൽ അത് ഇനീഷ്യേറ്റ് ചെയ്യാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡോംപെരിഡോൺ ആന്റിഗോണിസ്റ്റ് ടാബ്ലറ്റ്സ് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിന് പക്ഷേ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തായാലും ബേബിന്റെ സക്ലിംഗ് റിഫ്ലെക്സും ആ സ്റ്റിമുലസും മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ, അല്ലാതെ ഓൺലി വിത്ത് ടാബ്ലറ്റ്സ് നമുക്കിത് ലാക്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇനീഷ്യേറ്റ് ചെയ്യാൻ എന്തായാലും അതിനൊരു റോൾ ഉണ്ട്. പക്ഷെ റുട്ടീനായിട്ട് നമ്മൾ എല്ലാ ദിവസവും നമുക്കിപ്പം ഡെയിലി റൗണ്ട്സിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പാലില്ല എന്നുള്ളത്. പക്ഷെ നമുക്ക് ശരിക്കും എങ്ങനെയാണ് സാർ അത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാം? മിൽക്ക് അഡിക്വേറ്റ് ആണോ, മെഡിസിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള ബേബിന്റെ കണ്ടീഷൻ ബേബിന്റെ ഇത് വെച്ചിട്ട് തന്നെയാണ് മെയിൻലി. പിന്നെ ബേബി ഒരു അഡിക്വേറ്റ് ആയിട്ട് യൂറിൻ ഔട്ട്പുട്ട് ഉണ്ട്, ഒരു ഫീഡിങ് ഹംഗ്രി ആൾക്ക് തേഴ്സ്റ്റ് ഒക്കെ, അത് അഡിക്വേറ്റ് ആയിട്ട് മിൽക്ക് കിട്ടിയിട്ട് ആള് ഹങ്കർക്ക് യൂസ് ഒന്നും ഇല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഐ തിങ്ക് ഗെറ്റിംഗ്. പിന്നെ ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗർ കുറയുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്.
പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം വെയിറ്റ് ഗെയിൻ ഉണ്ടോ എന്നുള്ളത്. പിന്നെ ആദ്യത്തെ പിന്നെ 10 days എന്തായാലും ഒരു അതെ അതെ. വെയിറ്റ് പിന്നെ ഇതോടൊപ്പം പറയേണ്ട ഒരു കാര്യം ഈ വാട്ടർ ഇൻടേക്ക് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ മദേഴ്സ്. ബിക്കോസ് ചിലപ്പോൾ ഈ എസ്പെഷ്യലി ചൂട് സമയത്തൊക്കെ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ്, മദേഴ്സും ഡീഹൈഡ്രേറ്റഡ് ആവും. അത് കാരണം മിൽക്ക് സപ്ലൈ കുറയും. കുഞ്ഞിന് ജോണ്ടിസ് പോലെയുള്ള പ്രോബ്ലംസും ഈ ഹൈപ്പോഗ്ലൈസീമിയുള്ള പ്രോബ്ലംസും ഒക്കെ ഭയങ്കര കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഐ തിങ്ക് ഇത് ഒരു മേജർ പാർട്ട് ഓഫ് മിൽക്ക് ഈസ് വാട്ടർ ഓൺലി. വാട്ടർ ഇൻടേക്ക് ഈസ്, അപ്പോൾ വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളതും പിന്നെ ഇതുപോലെ മാഡം പറഞ്ഞ പോലത്തെ കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതും. അതെ അതെ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ നാച്ചുറൽ ഫൈറ്റോഎസ്ട്രോജൻസ് ആണ് അതിലൊക്കെ ഒരു ചെറിയ ലിമിറ്റഡ് റോൾ ഉണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അലോങ് വിത്ത് ദാറ്റ് നമുക്കൊരു പ്രോപ്പർ ഡയറ്റും ഈ പറഞ്ഞ പോലെ ഡീഹൈഡ്രേഷൻ തന്നെ മദറിന്റെ മെന്റൽ സ്റ്റേറ്റ് ആണ് ഐ തിങ്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ടും കാര്യങ്ങളുമാണ്. പിന്നെ ഗിവ് ഹെർ സം പ്രൈവസി അല്ലേ. പലപ്പോഴും നമ്മൾ റൂമുകളിലൊക്കെ ചെല്ലുമ്പോഴേ ലോട്ട് ഓഫ് ബൈ സ്റ്റാൻഡേഴ്സ് ഷീ കാൺ ഫീഡ്, അപ്പം അങ്ങനെ കുറേ ഇഷ്യൂസ് കാണാറുണ്ട്. അപ്പോൾ ഒരു പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ അവർക്ക് അത് പാല് കൊടുക്കാനും ഒരു മെൻ്റലി സ്റ്റിമുലേഷൻ, പ്രൊലാക്റ്റിൻ സ്റ്റിമുലേഷനൊക്കെ വരാൻ ഇറ്റ് ഈസ് ടേക്കിംഗ് ടൈം എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് വർക്കിംഗ് മദേഴ്സ് ഉണ്ടാവാറുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്, കുറേ നഴ്സസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അതേപോലെ നമ്മൾ പേഷ്യൻസും ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വർക്കിംഗ് മദേഴ്സിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് എന്തൊക്കെയാണ്, നമുക്കിപ്പോൾ അവർ ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്, അതുപോലെ സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ടതായിട്ടുണ്ടോ, ഏർലി ആയിട്ട് അവർക്ക് കോംപ്ലിമെൻ്ററി ഫീഡ് ഇപ്പോൾ 6 months പകരം കുറച്ചുകൂടെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എങ്ങനെയാണ്? ബ്രസ്റ്റ് മിൽക്ക് ആണ് ഏറ്റവും ബെസ്റ്റ്. അപ് ടു 6 months ഓഫ് ലൈഫ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യാറ്. പക്ഷേ ഈ വർക്കിംഗ് മദേഴ്സിന് ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ ജോയിൻ ചെയ്യേണ്ടി വരും. റീജോയിൻ ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ അവർക്ക് വേണമെങ്കിൽ ഈ എക്സ്പ്രസ്ഡ് ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യുന്നതൊക്കെ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ പറയൽ രാവിലെ ഒരു പ്രാവശ്യം ഫീഡ് ചെയ്യുക, പിന്നെ ബ്രസ്റ്റ് മിൽക്ക് ഓരോ 3 to 4 hours അവർക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് ഒന്നല്ലെങ്കിൽ ബേബിൻ്റെ അടുത്തേക്ക് എത്തിക്കുക, അതല്ലെങ്കിൽ വീട്ടിൽ പോയി ഫീഡ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈവൻ റെഫ്രിജറേറ്ററിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. എന്നിട്ട് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രാവിലെ ഒരു പ്രാവശ്യം ഫീഡ് ചെയ്തു, പിന്നെ 1-2 പ്രാവശ്യം ജോലി സമയത്ത് എക്സ്പ്രസ് ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ഈവനിങ് വീണ്ടും ഫീഡ് ചെയ്തു. പ്രത്യേകിച്ച് നൈറ്റിൽ ഫീഡിങ് കണ്ടിന്യൂ ചെയ്താൽ തന്നെ ഈ പ്രൊലാക്റ്റിൻ സിക്രീഷൻ, മിൽക്ക് സിക്രീഷൻ ഒരു 4 to 6 hours ഒക്കെ റൂം ടെമ്പറേച്ചറിൽ നോർമൽ ആയിട്ട് തന്നെ വെക്കാവുന്നേ ഉള്ളൂ. സ്റ്റോർ ചെയ്യാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്കൊരു 12 hours 24 hours വരെ മാക്സിമം വേണമെങ്കിൽ നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കണ്ടെയ്നർ ക്ലീൻ ആക്കി വെക്കുക. ഓരോ പ്രാവശ്യം എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ലേബിൾ ചെയ്ത് ഡേറ്റ് ടൈം ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചാൽ അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ. പിന്നെ അധികം വർക്ക് പ്ലേസും ഇപ്പം 4 to 6 months മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് ഒരു ഇടക്ക് വെച്ചിട്ട് അലോ ചെയ്യുന്നുണ്ട് ഫീഡിങ്ങിന് വേണ്ടിയിട്ട് വീട്ടിൽ പോയിട്ട് വരാനുള്ള സൗകര്യങ്ങൾ, അല്ലെങ്കിൽ വർക്ക് പ്ലേസിനടുത്ത് കുഞ്ഞും മദർ നിൽക്കുകയാണെങ്കിൽ, കുട്ടി നിൽക്കുകയാണെങ്കിൽ അവിടെ പോയി വരാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു പരിധി വരെ യൂട്ടിലൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഒരു ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഫോർമുല മിൽക്ക് പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. ഇപ്പോൾ മാക്സിമം വർക്കിംഗ് മദർ ആണെങ്കിലും നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളത് തന്നെയാണ്. പ്രാക്ടിക്കലി കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും ദേ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളതാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അമ്മ റീജോയിൻ ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും. ഓക്കെ. പിന്നെ വീനിങ്ങിൻ്റെ കോംപ്ലിമെൻ്ററി ഫുഡ് എപ്പോഴും ഒരു 6 months സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ ഈ ഒരു ഏരിയയിൽ മെയിൻ ഒരു പ്രോബ്ലം കണ്ടേക്കുന്നത് സ്റ്റാർട്ട് അറ്റ് 3 months. കുട്ടിക്ക് ഭയങ്കര വിശപ്പാന്ന് പറയുന്നത്, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ഇൻസിസ്റ്റ് ചെയ്യുന്ന ഗ്രാൻഡ് മദേഴ്സും ഗ്രാൻഡ് ഫാദേഴ്സും ഉണ്ടാവാറുണ്ട്. വാട്ടർ പോലും ശരിക്കും കുട്ടികൾക്ക് ആവശ്യമില്ല. ഓൺലി ബ്രസ്റ്റ് മിൽക്ക് ഈസ് ഇനഫ്. ബ്രസ്റ്റ് മിൽക്കിലെ നല്ലൊരു പാർട്ട് വാട്ടർ ആണല്ലോ, അപ്പം വേറെ സെപ്പറേറ്റ് വാട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല ശരിക്ക്. പിന്നെ നമുക്ക് വൈറൽ കോൾഡോ ഫീവറോ ഉള്ളപ്പം ബേബിനെ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് എപ്പോഴും കോമൺ ആയിട്ട് ചോദിക്കും. അതൊരു കമ്മ്യൂണിറ്റി ഡിസീസ്, ഇപ്പോൾ ഒരു സംക്രമിക രോഗങ്ങളാണെങ്കിൽ നമ്മൾ അതിനുള്ള പ്രിക്കോഷൻ, ഈവൻ കൊറോണ സമയത്ത് പോലും നമ്മൾ മദേഴ്സ് ഫീഡ് ചെയ്യുമായിരുന്നു. അതെ അതെ. നമ്മൾ ആക്ച്വലി നമുക്ക് ഒരുപാട് കൊറോണ മദേഴ്സ് കേസസ് ഉണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പം നമ്മൾ മാസ്ക് വെച്ചിട്ടും ഹാൻഡ് റബ്ബ് യൂസ് ചെയ്തുകൊണ്ട് ഡബിൾ മാസ്ക് വെച്ചിട്ടും കുഞ്ഞിനെ ഡയറക്റ്റ് ഫീഡ് ചെയ്യിക്കാറുതന്നെയാണ് പതിവ്. ഇനി എക്സ്പ്രസ് ചെയ്തിട്ടെങ്കിലും എന്തായാലും കൊടുക്കണം. പിന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് എ പോലെയുള്ള കണ്ടീഷൻസ്, വാരിസെല്ല പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അതിനകത്ത് ആൻറ്റിബോഡീസ് ദേ ആർ ഗെറ്റിംഗ്, ഇഫ് ദ മദർ ഈസ് ഹാവിങ് വൈറസ്
they are getting a lot of antibodies through the breast It's milk. actually protective. അപ്പം ദാറ്റ് ഈസ് പ്രൊട്ടക്റ്റീവ്. അപ്പം ആക്ച്വലി അത് കണ്ടിന്യൂ ചെയ്യാണ് വേണ്ടത്. വി ഷുഡ് പ്രൊമോട്ട് ബ്രസ്റ്റ് ഫീഡിങ് ഡ്യൂറിങ് ദ വൈറൽ ഇൽനെസ് ആൾസോ എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. അമ്മമാർക്ക് വേറെ എന്തൊക്കെയാണ് നമുക്ക് ഇത് മുലയൂട്ടൽ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് സെർട്ടൈൻ അഡ്വാൻറ്റേജസ് ആർ ദർ ഫോർ ദ ഒരുപാട് മദർ? അഡ്വാൻറ്റേജസ് ഉണ്ട് ആക്ച്വലി. ഫസ്റ്റ് ഓഫ് ഓൾ മദറിന് ഇപ്പൊ എല്ലാരും ബോഡി ഇമേജിനെ പറ്റിയിട്ട് ഭയങ്കര Yes, ബോധമാണ്. yes, yes. അപ്പൊ വെയിറ്റ് ലോസിന് വലിയ റോൾ ഉണ്ട്. നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ദാറ്റ് ഇസ് വൺ തിങ്. പിന്നെ വെച്ചാൽ നമുക്ക് ലോങ് ടേം ആയിട്ട് ബ്രസ്റ്റ് ക്യാൻസർ, ഓവേറിയൻ ക്യാൻസറിനൊക്കെ പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നത് വഴി. വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഈ ഓക്സിറ്റോസിൻ റിലീസ് ആവുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൂടുതൽ അമിതമായ രക്തസ്രാവം ഒഴിവാക്കാനും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നത് വഴി ഒരു സർട്ടൻ പീരീഡ് വരെ ലാക്ടേഷൻ അമിനൂറിയ അല്ല, അതും ഒരു സ്പേസിംഗ് കൂടെ അത്ര അല്ല. പീപ്പിൾ ബിലീവ് ദാറ്റ് ഈസ് പ്രൊട്ടക്റ്റീവ്, ബട്ട് സംടൈംസ് അത് വേളിയായിട്ട് തന്നെ വേറെ പ്രഗ്നന്റ് ആവാം. when the mother becomes pregnant, അതായത് ബ്രസ്റ്റ് ഫീഡിംഗ് മദർ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ ലാക്ടേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അതെ, അതൊരു കൺസേൺ എല്ലാവർക്കും ഉണ്ട്. അതിനെ കുറിച്ച് എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? പ്രകാരം അങ്ങനെ റെസ്ട്രിക്ഷൻ ഇല്ല. ബട്ട് ഓൾ ഡിപെൻഡ്സ് ഓൺ മദറിന് എന്തുമാത്രം Yes. കോംപ്ലിക്കേഷൻസ് ആൻഡ് ഹൈ റിസ്ക് പ്രഗ്നൻസി. ഫോർ എക്സാമ്പിൾ മദർ ഇപ്പൊ ലോ ബർത്ത് വെയിറ്റ് ആണ്, ലോ BMI ആണ്, അല്ലെങ്കിൽ മദറിന് വേറെ അസുഖങ്ങളുണ്ട്, ഇപ്പൊ ഡയബറ്റീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, അങ്ങനെയുള്ള അവസ്ഥ. പിന്നെ മദറിന് പ്രീ ടൈം ലേബറിന്റെ റിസ്ക് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ബോഡിയിൽ ഓക്സിറ്റോസിൻ വരാണ്. അപ്പൊ ഈ പ്രീ ടൈം ലേബറിനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പൊ നമ്മൾ സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് അല്ലെങ്കിൽ റെക്കറന്റ് ആയിട്ട് അബോർഷൻസ് അങ്ങനെയുള്ള ഹിസ്റ്ററി ഉള്ളവർക്ക് കഴിയുന്നത് നമ്മളൊരു 5 monthsന്റെ ഉള്ളിൽ മെല്ലനെ നമുക്ക് ഫീഡിങ് വീൻ ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ആണ് കൊടുക്കാറ്. ഇപ്പൊ ഫസ്റ്റ് ട്രൈമസ്റ്ററിലുള്ള ആന്റിനേറ്റൽ ടൈമിലാണെങ്കിൽ ഇഫ് ദേ ആർ ബ്രസ്റ്റ് ഫീഡിങ്, ഈ രണ്ട് കുട്ടികൾക്കും വേണ്ട ന്യൂട്രീഷൻ ദേ ഷുഡ് ഹാവ് എന്നുള്ളതാണ്. അവർ അതിനുള്ള ഭക്ഷണങ്ങളും പ്രോട്ടീൻസും കാലറീസും ഷീ ഷുഡ് ടേക്ക്. അപ്പം മദർ നല്ല ഹെൽത്തി ആണെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ബ്രസ്റ്റ് ഫീഡ് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ കുറെ പേഷ്യൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അറ്റ്ലീസ്റ്റ് 5 to 6 months എങ്കിലും എല്ലാവരും ബ്രസ്റ്റ് മിൽക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അതെ, പേഷ്യൻ്റ്. അതെ, നമ്മൾ അങ്ങനെ ഒരു ചോയ്സ് കൊടുക്കണം അവർക്ക്. എന്തായാലും ദേ ക്യാൻ കണ്ടിന്യൂ എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെയാണ് കാണാറ്. ഡോക്ടർ സൈർ, നമുക്ക് ഇങ്ങനെ കുട്ടികൾക്ക് ഈ ബ്രസ്റ്റ് മിൽക്ക് മാത്രം കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് കുട്ടികൾക്ക് എന്തൊക്കെയാണ്, ഭാവിയിലേക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് അവർക്ക് ഈ ഭാവിയിലുള്ള ക്രോണിക് അസുഖങ്ങൾക്കോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനോ അതിനൊക്കെ ഒരു ബെറ്റർമെന്റ് ഈ ബ്രസ്റ്റ് ഫീഡ് മാത്രം എടുക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ടോ? അതിൻ്റെ ഒരു ഇതെങ്ങനെയാണെന്നുള്ളത്. ബ്രസ്റ്റ് മിൽക്ക് ഒരു സ്ട്രോങ് പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ് ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാൻ, പിന്നെ ലൂസ് മോഷൻ, ഡയറിയ അങ്ങനത്തെ അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ, പിന്നെ അലർജി, എറ്റോപിക് ഡെർമറ്റൈറ്റിസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രിവെൻഷന് വളരെയധികം സഹായിക്കും. പിന്നെ അതേകൂടെ തന്നെ ഇപ്പോഴത്തെ ഒബീസിറ്റി അങ്ങനത്തെ പ്രോബ്ലംസിനൊക്കെ വളരെയധികം ഈ ലോങ് ടേം ബ്രസ്റ്റ് ഫീഡിങ് ഡെഫിനറ്റ്ലി ബേബിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മദേഴ്സ് ആസ് മച്ച് ആസ് പോസിബിൾ ഒരു 2 years വരെ പറ്റുകയാണെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനത്തെ ബെനിഫിറ്റ്സും കൂടെ ഉണ്ട് ബേബീസിനും കൂടെ. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റഡീസൊക്കെ കാണിക്കുന്നത് വെച്ചാൽ ബ്രസ്റ്റ് മിൽക്കിൽ ഒരുപാട് ലൈവ് ബാക്ടീരിയാസ് ഉണ്ട്. ലോട്ട് ഓഫ് ലൈവ് ബാക്ടീരിയാസ് ആർ ദർ വിച്ച് ഈസ് വെരി മച്ച് ഗുഡ് ഫോർ ദ ബേബി. അപ്പം ഒരു നോർമൽ ബാക്ടീരിയൽ ഫ്ലോറ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ റിസർച്ചുകളിൽ കാണിക്കുന്നത് നമുക്ക് ഈ ഇത് ഡോണർ മിൽക്ക് ബാങ്കിങ്, ലോട്ട് ഓഫ് ഡോണർ മിൽക്ക് ബാങ്ക്സ് ആർ ദർ. അപ്പോൾ അവിടെ പാസ്ചറൈസ് ചെയ്ത് അത് ഇതായി വരുമ്പോൾ പോലും ഈ ലൈവ് ബാക്ടീരിയ അതിനകത്ത് മിസ്സാവുന്നുണ്ട്. അപ്പം പിന്നെ ഉള്ളത് നമുക്ക് ഫോർമുല മിൽക്കിൽ ഡെഫിനറ്റ്ലി നത്തിങ് ഈസ്. അപ്പം അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ ബ്രസ്റ്റ് മിൽക്കിൽ മാത്രമാണ് കിട്ടുന്നത്. ഗട്ട് ഫ്ലോറ, യെസ്, ഇപ്പോൾ പറയുന്ന ഗട്ട് ഫ്ലോറയാണ് ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പം ഇമ്മ്യൂൺ സിസ്റ്റം, അപ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി മറ്റേ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ടെന്ന് പറഞ്ഞാലും വാട്ട് യു ആർ ഗെറ്റിംഗ് വിത്ത് ദ ലൈവ് ബാക്ടീരിയ ആൻഡ് ഈസ് ഗെറ്റിംഗ് ഓൺലി ഫ്രം ദ ബ്രസ്റ്റ് മിൽക്ക് ഓൺലി. പിന്നെ ബ്രസ്റ്റ് മിൽക്ക് ഈസ് മോഡിഫയബിൾ. ഇപ്പോൾ ആദ്യത്തെ 3 ദിവസം കൊളസ്ട്രോൾ വരുന്നു, പിന്നെ അത് ട്രാൻസിഷണൽ മിൽക്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് മെച്യൂർ മിൽക്ക്. അപ്പം കുട്ടിക്ക് എന്താണോ വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള മോഡിഫൈഡ്. ഇപ്പോൾ ഒരു 6 months കഴിഞ്ഞിട്ടുള്ള മിൽക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ 2 month മിൽക്ക്. സോ വെൻ വി ഗിവ് ബോട്ടിൽ ഫീഡ് ഇറ്റ് ഈസ് ആൾമോസ്റ്റ് ദ സെയിം ദ പൗഡർ മിൽക്ക്. സോ ദേ ഷുഡ് കണ്ടിന്യൂ അറ്റ്ലീസ്റ്റ് ഫോർ 2 years. അപ്പം നമ്മുടെ ഈ ഏരിയയിൽ എനിക്ക് തോന്നിയേക്കുന്ന മിക്കവാറും മദേഴ്സൊക്കെ ബ്രസ്റ്റ് ഫീഡിങ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്താലും they will continue for 2 years and sustain with exclusive breastfeeding. അങ്ങനെ കണ്ടിട്ടുണ്ട് പൊതുവായിട്ട്. പിന്നെ ഒരു എളി വീനിങ്, എളി കോംപ്ലിമെൻ്ററി ഫീഡ്സ് ഒരു പ്രോബ്ലമാണ്. ഒരു പരിധിവരെ ഇപ്പോൾ കുറേ മാറി വരുന്നുണ്ട്. ദാറ്റ് ഈസ് കമ്മിങ് ബെറ്റർ നൗ ഡേയ്സ്. പിന്നെ ബ്രെയിൻ ഡെവലപ്മെന്റ് DHA കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതലുള്ളത് ബ്രസ്റ്റ് മിൽക്കിൽ തന്നെയാണ്.
Cow's milk never should be recommended, as it is only protein is high in there, and it is bodybuilding, it is good, not for the brain growth. Brain growth always we need DHA, all these things are present in breast milk only. So lactation counseling, I think we should. Lactation counseling is an important part of that. So there should be somebody assigned for lactation counseling in every hospital, and they should support for breastfeeding actually. So that is also an So by the important time the part. patient gets discharged, അവർക്കൊരു നല്ല idea clarify all their doubts. So early starting of breastfeeding and early initiation and sustaining, continuing that, and proper weaning and continuing at least till 2 years. That is the need of the hour. ഓക്കെ, അപ്പം രണ്ടുപേരും നല്ല ഡിസ്കഷൻ ആയിരുന്നു. താങ്ക് യു. എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ പോയിന്റ് എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ? I think I want to emphasize on lactational counseling, because as a gynecologist നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല കാര്യം അതായിരിക്കും. ബിക്കോസ് ആ ഒരു ന്യൂ മദറിന്റെ ഒരു ആൻസൈറ്റി, ഫസ്റ്റ് ഓഫ് ഓൾ ദേ ബി ആൻഷ്യസ് അബൌട്ട് അവരുടെ ഡെലിവറി എങ്ങനെ എക്സ്പെക്ടിങ്, വാട്ട് എക്സ്പെക്ടിങ്, അതിനെ കുറിച്ച് ഒരുപാട് ആൻസൈറ്റി ഉണ്ട്. അപ്പൊ അതിന്റെ ഒപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഈ ലാക്ടേഷൻ, അത് അടുത്ത കടമ്പ എന്ന് പറയുന്നത്. സോ ഇതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് അവർക്കൊരു നല്ല ഐഡിയ, ഒരു അവയർനെസ് സെഷൻ കൊടുക്കാൻ പറ്റിയാൽ ഐ തിങ്ക് ദാറ്റ് വിൽ ബി വെരി നൈസ്. നമ്മളെ ഇപ്പോൾ ഈ ഡിസ്കഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവരോടും പറയാനുള്ളത് അത് തന്നെയാണ്, ബ്രസ്റ്റ് ഫീഡിങ് ഈസ് നോട്ട് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി മദർ. മദറിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, മദറിന് ഒരു 50% റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ബാക്കി 50% റെസ്പോൺസിബിലിറ്റി ഈസ് സപ്പോർട്ടിങ് ഫാമിലി. ഓക്കെ, ഹസ്ബൻഡിന് റോളുണ്ട്, അതിൽ ഫാദേഴ്സിന് റോളുണ്ട്, മദറിന് റോളുണ്ട്. എല്ലാവരുടെയും ഒരു കമ്പൈൻഡ് റെസ്പോൺസിബിലിറ്റിയാണ് ആഡിക്വേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ഇത് എന്നുള്ളത്. അപ്പോൾ അതാണ് ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ് വീക്കിൽ എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്. Thank you, Dr. Ramina. Thank you, Dr. Zahir, for being with us for the nice talk. Okay, thank you.